ഹലോ നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റീഡിംഗ് ആണ്. അപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ അടുത്ത അധ്യായം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഒരു സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു റീഡിംഗ് കൂടുതൽ ഉപകാരപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, എന്നിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ഫയൽ, ഇത് ഗ്രൂപ്പ് 2ൻ്റേത്, ഇത് ഗ്രൂപ്പ് 3യുടേത്. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഈ ഒരു കാർഡ്സ് നോക്കിയിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തംബ്നെയിലിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ടൈം സ്റ്റാമ്പ്സിൽ പോവുക, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ റീഡിംഗ് കേൾക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ 2 ഗ്രൂപ്പിലെയും റീഡിംഗ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക, എല്ലാത്തതിനെ വിട്ടുകളയുക. ഓക്കെ, അതുപോലെ ആവർത്തിച്ച് വരുന്ന മെസ്സേജസും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഈ ഒരു റീഡിംഗ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ആദ്യത്തെ ഫയൽ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ അടുത്ത അധ്യായം, അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തി, അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സും പിന്നെ നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നോക്കാം. നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. മെസ്കുലിൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു സ്വീറ്റ് കൈൻഡ് നേച്ചറാണ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വളരെ മെച്ചുവറാണ്. അവർ ഇമോഷൻസിനെ സംബന്ധിച്ച് അവർ വളരെ മെച്ചുവർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് കാണുന്നു. ഓക്കെ, കാർഡ്സ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് കിടക്കാന്ന് വെച്ചിട്ടാണ്. സിംഗിളാണ് കറൻ്റ്ലി, അവർ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അവരവരുടെ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, വളരെ ഒരു പീസ്ഫുൾ ടൈമിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാണ് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഉള്ള ഒരു വ്യക്തിയാണ്. അവരവരുടെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവർ ഞാൻ പറഞ്ഞ പോലെ സിംഗിളാണ്, സോളിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ അവർക്ക് അതിലൊരു ബോറിംഗ് ഒന്നുമല്ല. അവർ വളരെ എൻജോയ് ചെയ്ത് അവരുടെ ലൈഫ് വളരെ ലക്ഷൂറിയസ് ആയിട്ട് ലീഡ് ചെയ്യുന്നതാണ് കാണുന്നത്. മാത്രമല്ല അവരൊരു പീസ്ഫുൾ ടൈം, അതിലേക്കുള്ള ആ ഒരു സമയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു തന്നെ പറയാം. ഓക്കെ, അവരുടെ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് ശേഷം വളരെ സ്വസ്ഥതയും ശാന്തതയും നിറഞ്ഞ ഒരു അധ്യായത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. അവർ ഫാമിലി വൈസ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെയധികം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തമായൊരു കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ഹൈലി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് ആയിരിക്കാം, അതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പിന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ വളരെ ഒരു ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടൊരു കുടുംബജീവിതം വേണം എന്നത്രയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ വളരെയധികം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. മാത്രമല്ല അവരുടെ ഫാമിലിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടും കൂടെ കാണുന്നുണ്ട്. പിന്നെ അവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവർ ലീഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഫൈനാൻഷ്യൽ ഡിസിഷൻസൊക്കെ വളരെ നന്നായി എടുക്കാൻ കഴിവുള്ള, ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നല്ല അറിവുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഫീൽഡിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാങ്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതിൽ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അത് ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പോലും അവർക്ക് ആ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് നല്ലൊരു അറിവുള്ള ഒരു വ്യക്തിയാണ്. അത് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ലൈഫിൽ ചാലഞ്ചസ് വന്നാലും ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം അങ്ങനെയാണ്, അങ്ങനെ ഒരു വിശ്വാസം അവർക്കൊന്നുമില്ല. അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസം അവർക്ക് ഒരുപാടുണ്ട്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അവരുടെ കഴിവുകളിലും വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആണ്. അവർ എന്താഗ്രഹിച്ചാലും അത് അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അവരുടെ മാനിഫെസ്റ്റേഷൻ എബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്ങും വളരെ പവർഫുള്ളുമായിട്ട് കാണുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു വെൽ ഹീൽഡ് ആണ്. അവർക്ക് പാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ സിംഗിൾ പാരൻറ്റിൻ്റെ ഒരു കേസാണെങ്കിൽ ആ മുന്നത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അവർ കംപ്ലീറ്റ്ലി ഹീൽഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ആ ഹീലിംഗ് പീരീഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹീലിംഗ്
പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണുന്നു. പിന്നെ അവരുടെ ലൈഫ് എങ്ങനെ വരുന്നു അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അതിനൊരു തരത്തിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന ഈ ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ അവർ എന്താ പറയുക, സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ആളാണ്. ലൈഫിൽ എങ്ങനെയാണോ മാറ്റങ്ങൾ ഉണ്ടാവും എന്നറിയാം അവർക്ക്. ചില മാറ്റങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നതല്ല, ചില മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നതായിരിക്കില്ല. പക്ഷെ എന്നാലും അതൊക്കെ ഈശ്വരൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, അതിൻ്റെ പ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ തടയാൻ സാധിക്കില്ല എന്നുള്ള ഒരു ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്, അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസോ സെപ്പറേഷനോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു ജോഗ്രഫിക്കലി ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ ഒരു സാധ്യത ഞാൻ കാണുന്നു. വാവ്, അവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു പെർഫെക്റ്റ് മാച്ച് എന്ന് നിങ്ങൾ ബ്യൂട്ടിഫുള്ളി കോംപ്ലിമെൻ്റ് ചെയ്യും എന്ന് ഞാൻ കാണുന്നു. പിന്നെ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, കുറച്ച് അഡ്വഞ്ചറസ് ആണെന്ന് കൂടെ കാണുന്നുണ്ട് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് നിങ്ങളങ്ങനെ നിങ്ങളുടെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് വിട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് വന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കണക്ഷൻ കൂടിയായിരിക്കും ഈ വ്യക്തിയുമായിട്ടുള്ളത് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും ഈ ഒരു കണക്ഷനിൽ, നിങ്ങളത് ഒരുപാട് എൻജോയ് ചെയ്യും എന്ന് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അട്രാക്ഷൻ നിങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിരിക്കും എന്നും കാണുന്നു. പിന്നെ നമുക്ക് 4 ഓഫ് കപ്സ് ആണ് കിട്ടുന്നത്. അതായത് ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുമെന്ന്, ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, വളരെ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതുപോലെ ഈ വ്യക്തിക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒരു സാധ്യതയുണ്ട്, അവർക്ക് മുന്നേ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ ലൈഫിലുണ്ടായിരുന്ന പാർട്ട്ണറിനേക്കാളും വളരെ വ്യത്യസ്തമായിരിക്കും നിങ്ങൾ. ഓക്കെ, ആ ഒരു കണക്ഷനേക്കാളും വളരെ വ്യത്യസ്തമായിരിക്കും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത്രയും നല്ല സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ ആ എക്സ്പെക്ടേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എന്നാൽ അതേസമയം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള, നിങ്ങൾ എത്രയും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ഷൻ, ഒരു പേഴ്സൺ, അതാണ് ഈ ഒരു വ്യക്തി എന്ന് കാണുന്നു കേട്ടോ. നമുക്ക് ഈ ക്യൂൻ ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാവുക. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ എബിലിറ്റീസ് ഒക്കെ തിരിച്ചറിയാൻ, ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അതൊക്കെ നിങ്ങളെ തിരിച്ചറിയിക്കാനും നിങ്ങളിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം കൂട്ടാനും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസും അവരുടെ ഒരു മോട്ടിവേഷനും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, പിന്നെ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്, അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു മാരേജ് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യമാണോ, നല്ലൊരു മാരീഡ് ലൈഫ് ഈ വ്യക്തിയായിട്ട് ഉണ്ടാകുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേജിൽ വന്നാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോഴേ പറയുന്നത്. ഇതൊരു നല്ലൊരു മാരീഡ് ലൈഫിലേക്ക്, അതായത് നിങ്ങൾ മാരേജ്, ഒരു കല്യാണം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഇവരുമായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇവരുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. രണ്ടുപേരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നു. പിന്നെ പ്രണയത്തിനെക്കുറിച്ചും ഇതുവരെ അറിയപ്പെടാത്ത തലങ്ങളടക്കം നിങ്ങൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് ഈ ഒരു കണക്ഷനിലാണ് എന്നാണ് ഞാൻ കേട്ടത്. ആ ഒരു വാക്കൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കണതില്ല. അപ്പോൾ അത് കറക്റ്റ് ഒരു ഡൗൺലോഡ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റേജിലും നിങ്ങൾക്കൊരു പ്രഷർ തോന്നില്ല എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ട്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും ത്രൂ ഔട്ട് ഈ കണക്ഷനിൽ. നിങ്ങൾ രണ്ടുപേരും എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പം നിങ്ങളെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയും നിങ്ങൾ പെർഫെക്റ്റ് പാർട്ട്നേഴ്സാണ് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് പെർഫെക്റ്റ് മാച്ച് എന്നുള്ള ഒരു കമൻസ്, കോംപ്ലിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ പെർഫെക്റ്റ് പാർട്ട്നേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതാണ്, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും റിലേഷൻഷിപ്പിൽ. ഏതൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുമ്പോഴും രണ്ടുപേരും കംപ്ലീറ്റ്ലി റെഡി ആകുമ്പോൾ തന്നെയാണ് നിങ്ങൾ അതിൽ കടക്കുന്നത്. ഒരാൾ റെഡിയായി ഇനി മറ്റൾക്ക് അതിന് സമയം വേണമെന്ന് വെച്ചാൽ അവിടെ ഒരു തരത്തിൽ പ്രഷറിങ്ങോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രഷർ നിങ്ങൾ കൊടുക്കില്ല, വളരെ സപ്പോർട്ടീവായിരിക്കും എന്ന് കാണുന്നു നിങ്ങൾ തമ്മിൽ. ഓക്കെ, അതുപോലെ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയും ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ലൈഫാണ്, പീസ്ഫുൾ ടൈം. ഈ ഒരു റിലേഷൻഷിപ്പും അങ്ങനെ ആയിരിക്കും, വളരെ പീസ്ഫുൾ, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലായി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് വളരെ നാച്ചുറൽ ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ ഇതുവരെ ഒരു റിലേഷൻഷിപ്പിലാവാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് കാണുന്നു. ഇതിലൂടെ നിങ്ങൾ രണ്ടുപേരും
ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് വളർച്ച, പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഒരു രീതികളിലും ഒക്കെ വളരെ ഒരു പോസിറ്റീവായ ചേഞ്ച് നിങ്ങൾക്കും തോന്നും, ചുറ്റുള്ളവരും അത് തിരിച്ചറിയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ, വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് കാണുന്നത്. അന്നത്തെ സമയം നിങ്ങൾ രണ്ടുപേരായിരിക്കുമ്പോൾ അതിൻ്റെതായ ക്രേസിനെസ്സും ഉണ്ട്. പക്ഷെ നിങ്ങളത് എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ ലവ് ലൈഫിലെ അടുത്ത അധ്യായം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി, റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 1 ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന്, ഫീഡ്ബാക്സ് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിലെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ പൈൽ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ അടുത്ത അധ്യായം, അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഒരു ഹൈലി പ്രൊട്ടക്റ്റീവ്, ഒരു പൊസസീവ് എനർജി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് പ്രശ്നങ്ങളോട് കടന്നു പോന്നിട്ടുള്ള ഒരാളാണ്, ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്ന് കാണുന്നു. അവരിങ്ങനെ എന്തൊരു ചാലഞ്ച് വന്നാലും അവരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുക അത് ഫേസ് ചെയ്യാനായിട്ട്. കാരണം അവർക്ക് അത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, ആ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും, അത് ഫേസ് ചെയ്യാൻ സാധിക്കുന്ന ഉള്ളൊരു എന്താ പറയുക ആത്മവിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ചാലഞ്ചസ് ഒക്കെ വരുമ്പോൾ അവരെ മുന്നിൽ നിന്ന് അത് ഫേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. വളരെ ഒരു ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റീവ് എനർജി വളരെ കൂടുതലാണ്. അവർക്ക് വേണ്ടപ്പെട്ട, അവർക്ക് അത്രയും പ്രിയപ്പെട്ട കാര്യങ്ങൾ, അതൊരു വ്യക്തി ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളാകാം, ആ കാര്യത്തിലൊക്കെ അവർ വളരെ ഒരു പൊസസീവ് എനർജി, ഒരു പ്രൊട്ടക്റ്റീവ് എനർജി അവർക്കുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ ലൈഫിൻ്റെ സ്വകാര്യത അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കാണുന്നു. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ടൈമിങ്ങിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഡിവൈൻ ടൈമിംഗ് എന്ന ഫ്രേസ് അറിയില്ലെങ്കിൽ പോലും ഏതൊരു കാര്യം നടക്കുന്നതിന് അതിൻ്റെതായ ശരിയായ സമയമുണ്ട്, ഒരു പെർഫെക്റ്റ് ടൈമുണ്ട്. ആ പെർഫെക്റ്റ് ടൈമിൽ നടക്കുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും ഗുണകരമാകുള്ളൂ. അങ്ങനത്തെ ഒരു വ്യൂ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന ഒരാളെന്ന് പറയുന്നത്. ക്വൈറ്റ് സർപ്രൈസിങ് ആയിരിക്കും എന്നും കൂടെ ഞാൻ കാണുന്നു. ഈ ഒരു വ്യക്തി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം, നിങ്ങളത് എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, റിയാലിറ്റിയിൽ അത് സംഭവിക്കുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഒരു വളരെ ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു. നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. പക്ഷെ ആ ആത്മവിശ്വാസം അവരുടെ ജീവിതത്തിലെ വിജയങ്ങളിലൂടെ, അവരുടെ നേട്ടങ്ങളിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ്. അവർക്ക് പബ്ലിക് റെക്കഗ്നിഷനൊക്കെ കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സംവാട്ട് അവരുടെ പോപ്പുലർ എനർജിയാണ്. അവർ ലൈഫിനെ വരുന്ന രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ജീവിതത്തിൽ ഒരുപാട് പ്ലാനിങ്ങുകളൊന്നും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളല്ല. ഡെഫിനറ്റ്ലി ഒരു ബേസിക് പ്ലാൻ ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാം പ്ലാൻ പ്രകാരം നടക്കണം അങ്ങനത്തെ ഷാഠ്യങ്ങളൊന്നും അവർക്കില്ല. അവർക്കറിയാം ഈശ്വരന് ഒരു പ്ലാൻ ഉണ്ട്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല, അങ്ങനത്തെ ഒരു അവെയർനെസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. അതിനങ്ങനെ റെസിസ്റ്റ് ചെയ്യാനോ അതിൽ നിന്ന് ഓടി കളിക്കാനോ ഉള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ല. ഒരു പരമാവധി പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്ത് ആ പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള സന്തോഷങ്ങളും അനുഗ്രഹങ്ങളിലും ഒക്കെ ഫോക്കസ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നാൽ അതാണ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ അവർ ഇൻഡിസൈസീവായി പോകാറുണ്ട്. ചില സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു സ്ട്രെസ്സ്, ഒരു സ്റ്റാഗ്നൻ്റ് അവസ്ഥയിലേക്കൊക്കെ അവർ വരാറുണ്ട്. പ്രത്യേകിച്ചൊരു എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ, ദിസ് ഓർ ദാറ്റ്, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചൊന്ന് ഇൻഡിസൈസീവ് ആകാനും കുറച്ചൊന്ന് സ്ട്രെസ്ഡ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് അവരുടെ കാണാനുള്ളത്. ആ ഒരു സ്ട്രെസ്സിന് പക്ഷേ ഈ പറഞ്ഞ പോലെ അവരത് ഓവർകം ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ചില സമയങ്ങളിൽ ഈ ഒരു എനർജിയിലേക്ക് ആവാൻ ഡിസിഷൻസ് എടുക്കാൻ, അതും അത്രയും പ്രാധാന്യമുള്ള ഡിസിഷൻസ് എടുക്കാൻ അവർക്ക് കുറച്ച് സമയം വേണം. പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്കത് സാധിക്കില്ല. അവർക്കൊരു ഡിസിഷൻ എടുക്കാനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അഗെയിൻ നമുക്ക് ആ ഒരു നെയിം ഫെയിം എനർജിയാണ് കിട്ടുന്നത്. അവർ വളരെ ഒരു ഫൺ എനർജി ഉണ്ട് അവർക്ക്. അപ്പോൾ തമാശകളൊക്കെ പറയുന്ന വളരെ അവരുടെ കമ്പനി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയണു.
ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അഗെയിൻ ആ ഒരു പോപ്പുലാരിറ്റി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് അവരുടെ കരിയർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരാളാണ്. പിന്നെ ഒരു സ്നേഹവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതൊക്കെ പ്രകടിപ്പിക്കാനും പറ്റുന്ന അല്ലെങ്കിൽ അതിന് ഓക്കെ ആയിട്ടുള്ള ഒരാളായിട്ട് കാണുന്നു. ഒരു വളരെ പോസിറ്റീവ് എനർജിയാണ് അവരെ കുറിച്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഓൾറെഡി അറിയുന്നതാണ്, അതായത് നിങ്ങൾക്ക് ഇതിനു മുന്നേ റിലേഷൻഷിപ്പ് ഒന്നും ഇവരായിട്ട് ഉണ്ടായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇനിയാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അത് കിടക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ജസ്റ്റ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം. പക്ഷേ പിന്നെ ഇപ്പോഴാണ് അത് റിലേഷൻഷിപ്പ് എന്ന രീതിയിലേക്ക് മറിയാനായിട്ട് പോകുന്നത് ഈ വാലന്റൈൻസ് ഡേ എനർജിയിൽ. ഓക്കെ, പിന്നെ അത് ഇനി അറിയാത്തവരാണെങ്കിൽ എനിക്ക് 2 എനർജി കിട്ടുന്നുണ്ട്, അതാണ് ഞാൻ രണ്ടും പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വളരെ കാലമായിട്ട് പരിചയമുണ്ട് എന്നൊരു എനർജി ഉണ്ടാവും. അപ്പം നിങ്ങൾ അവരുടെ രീതികൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ഒരു നാച്ചുറൽ ആയിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അവർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ രീതികൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. ഓക്കെ, ഇതൊരു അഗെയിൻ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് എനർജി കാണുന്നുണ്ട്. ഇതൊരു പ്രപ്പോസൽ, ഒരു ലോങ് ടേം കണക്ഷൻ. ഓക്കെ, ഇപ്പോൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജിലേക്കും ഒക്കെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നു. അങ്ങനെ ഒരു സീരിയസ് കണക്ഷൻ ആകാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ്. ഈ ഒരു വ്യക്തി പ്രത്യേകിച്ച് വളരെ റൊമാൻറ്റിക് ആണ്. അവർക്കും ഇതുപോലെ ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും, അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. നിങ്ങളായിട്ടൊരു ലോങ് ടേം കമ്മിറ്റഡ് കണക്ഷൻ അത് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും എന്ന് ഞാൻ കാണുന്നു. അവരതാണ് പ്രിഫർ ചെയ്യുന്നത്. അവർക്കിങ്ങനെ ജസ്റ്റ് ഒരു ഡേറ്റിംഗ് ആൻഡ് എക്സ്പ്ലോറിങ് ഇഷ്ടമല്ല റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഒരാളിൽ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അവർ അത്രയും സമയം എടുത്തിട്ടാണ് ഇൻവെസ്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ്, അതൊരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ്, ഒരു കണക്ഷൻ, ഒരു മാരേജിലേക്കാണ് അവരത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കും ഓക്കെ എന്നാണ് നോക്കുന്നത്. വളരെ ഒരു ബാലൻസ് ഉള്ള, വളരെ ഒരു എന്താ പറയുക, ഹാർമോണിയസ് ആയിട്ടുള്ളൊരു കണക്ഷൻ. ഓക്കെ, നിങ്ങൾ പരസ്പരം വളരെ പേഷ്യൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഒരാൾക്ക് കുറച്ച് സമയം വേണം ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഫേസിലേക്ക് പോകാൻ സമയം വേണം എന്നാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വളരെ വളരെ ഓക്കെ ആയിരിക്കും. നിങ്ങൾ പരസ്പരം അത്രയും ക്ഷമയും ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു കണക്ഷനായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഗ്രൂപ്പ് 2 ഈ ഒരു വ്യക്തി നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അതുപോലെ തന്നെ നിങ്ങളും അവരുടെ ലൈഫിൽ വളരെ നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ചാണ് അതിനെ ഫേസ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പിലായിരിക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ, ചില ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുമിച്ചാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ നിങ്ങളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം ഒരു പ്രൊട്ടക്റ്റീവ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. പെർഫെക്റ്റ് കണക്ഷൻ. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് എപ്പോഴും പറയാം പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. അതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ ഇടയിൽ. നിങ്ങൾ ഒരുമിച്ച് എന്തൊരു കാര്യം തുടങ്ങിയാലും അത് സക്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ്സൊക്കെ ഭാവിയിൽ തുടങ്ങണമെന്ന് തോന്നിയാൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, ഒരു യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അതായത് എപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതങ്ങനെയൊന്നും വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെയും ഈ വ്യക്തിയുടെ ഇടയിൽ ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചും അത്രയും ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും കാലങ്ങളായിട്ട് പരിചയമുണ്ട് എന്നൊരു തോന്നൽ ശക്തമായിരിക്കും. ഓക്കെ, അവരെ മനസ്സിലാക്കുന്നതിലും നിങ്ങൾക്ക് ആ ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കേട്ടോ അതാ കാണിക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇടയിൽ. ഈ പറഞ്ഞ പോലെ ഒരു മാരേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ റിലീജിയസ് ബിലീഫ്സും ഒക്കെ ഒരുപോലെ ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റും പെട്ടെന്ന് ആ ഒരു ബോണ്ട്. ഓക്കെ, ആ സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ വൈസ്, റിലീജിയസ് വൈസ് ഒരു ബോണ്ടിങ് പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ രണ്ട് റിലീജിയനിൽ പെട്ടുന്ന ആളുകളാണെങ്കിൽ പോലും 2 റിലീജിയൻസിലെയും കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അംഗീകരിക്കാനും അത് റെസ്പെക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അതിലൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യില്ല എന്ന് ഞാൻ കാണുന്നു. കാരണം നിങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ ബിലീഫ്സും ഒക്കെ ഒരുപോലെ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുക,
പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അച്ചീവ്മെൻറ്റ്സ്, അതിപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് 2-ൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തിയുടെ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ലൈഫിൽ ഉണ്ടാകുന്ന അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പ്, ഒരു കപ്പിൾ എന്നതിലുപരി നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ ഫ്രണ്ട്ഷിപ്പ് ഈ റിലേഷൻഷിപ്പിന് കൂടുതലൊരു സ്ട്രെങ്ത് കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇത് വളരെ ഒരു നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു റിന്യൂവൽ എനർജിയാണ്, ഒരു റീബർത്ത് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ ഒരു കണക്ഷനിലൂടെ. ഓക്കെ, നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ റിലേഷൻഷിപ്പിലൂടെ സംഭവിക്കുന്നത്. ഇത് ഡെസ്റ്റിൻഡ് ആണ്, ഇത് ഡിവൈൻ പ്ലാൻ പ്രകാരം നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും നിങ്ങൾ ഇവരുമായിട്ട് അടുക്കുന്നതും എല്ലാം ഡിവൈൻ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്കൊരു റിന്യൂവൽ, ഒരു റീബർത്ത് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതേ ഒരു എന്താ പറയണ്ടേ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ വ്യക്തിക്കും ഡെഫിനറ്റ്ലി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ് നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ റീഡിങ് ആസ്വദിച്ചു എങ്കിൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ റീഡിങ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലെ 3ാമത്തെ ചിത്രമോ അല്ലെങ്കിൽ ഈ ഒരു ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി കടന്നു വരുന്ന ഈ വ്യക്തി, അവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏസ് ഓഫ് കോയിൻസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്. പിന്നെ 7 ഓഫ് കപ്സ്, സ്ട്രെങ്ത് കാർഡ്, Hierophant, 2 of Cups, okay, Hermit, പിന്നെ 3 of Swords. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഒരു സീരിയസ്, മെച്യൂർ ഒരു എനർജിയാണ് അവരുടെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലൊക്കെ അവർ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് അവർ വളരെ സീരിയസ് ആയിരിക്കും. അവർ വളരെ കമ്മിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഡെഡിക്കേറ്റഡ് ആയിരിക്കും, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ഒരു ടൈം പാസിനായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ് അതൊന്നും ഒരിക്കലും പ്രിഫർ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല. പിന്നെ മാത്രമല്ല, അവർക്ക് എന്തൊരു കൺഫ്യൂഷൻസ്, അതായത് ലൈഫിൽ ഇപ്പോൾ എന്നൊരു ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആകാതെ കൃത്യമായി റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് അവരുടെ ഒരു മോട്ടോ, അവർ ജീവിക്കുന്നൊരു മോട്ടോ എന്ന് പറഞ്ഞാൽ ലൈഫിൽ എന്ത് ചാലഞ്ച് വന്നാലും അത് എനിക്ക് ഫേസ് ചെയ്യാൻ, അതെനിക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും, എനിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ വരികയുള്ളൂ. അങ്ങനത്തെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തോരം ഏതെങ്കിലും ഒരു ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടി വരികയാണ്, കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ പോലും അവർ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അങ്ങനത്തെ ഒരു ലൈഫിൽ അങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ അവർ ഡീൽ ചെയ്യുന്നത് എന്ന് കാണുന്നു. പിന്നെ ഹയറഫൻ്റ് എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അവർക്ക് ആ ഒരു ഡിവൈൻ പ്രസൻസിൽ വളരെ വിശ്വാസമുള്ള ഒരാളാണ്. ഓക്കെ, ഡിവൈൻ എനർജിയിൽ വളരെ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു ഈശ്വരൻ്റെ പേരിട്ട് വിളിക്കുന്നില്ലെങ്കിലും ആ ഒരു ശക്തിയുണ്ട്, അങ്ങനെ ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. ആ ഒരു ശക്തിക്ക് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്താനുള്ള ആ ഒരു കഴിവുകളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നത് ആ ഒരു പ്രപഞ്ച ശക്തിയാണ്. അങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു എക്സിസ്റ്റൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, പിന്നെ വളരെ ഒരു എന്താ പറയണ്ടേ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അവർ ഇമോഷണലി അവൈലബിൾ ആണ്. ഒരു റിലേഷൻഷിപ്പ് എന്ന നിലയിൽ അവർക്ക് പ്രണയം എന്ന ഒരു കൺസെപ്റ്റിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ, മാത്രമല്ല പക്ഷേ ഞാൻ കാണുന്നത് അവരിപ്പോൾ ഒരു കറൻ്റ്ലി ഒരു സോളിറ്റ്യൂഡ് എനർജിയിലാണ്. ഓക്കെ, ഒരു സോളിറ്റ്യൂഡ് എനർജിയാണ് എനിക്ക് അവരിൽ കാണാനായിട്ട് ഉള്ളത്. അപ്പോൾ അവർക്ക് റീസെൻ്റ്ലി ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവണം, ഒരു റീസെൻറ്റ് പാസ്റ്റിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അവരതിൽ നിന്ന് ഹീൽ ചെയ്ത് അവരിപ്പോൾ ഒരു സോളിറ്റ്യൂഡ് എനർജിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരത് ചൂസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സോളിറ്റ്യൂഡ്നെസ്. കാരണം അവർക്ക് എന്താണോ അവരുടെ ലൈഫിൽ ഇനി വേണ്ടത്, ശരിയായി അവർ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ, അവരൊരു പാർട്ട്ണർഷിപ്പ്, ഒരു റിലേഷൻഷിപ്പിൽ എന്താ ആഗ്രഹിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാകുന്നതിനും അവർക്ക് അവരെക്കുറിച്ച് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളും കൃത്യമായി മനസ്സിലാകുന്നതിനും വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സോളിറ്റ്യൂഡ് എന്താ പറയുക തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് അവരുടെ ഒരു എനർജി കാണാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ റിലേഷൻഷിപ്പ്, നിങ്ങളും ഗ്രൂപ്പ് 3യും ഈ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്.
ഇത് നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല, ടൈപ്പ് ഓഫ് കണക്ഷൻ അല്ല. അതുപോലെ തന്നെ അവർക്കും അങ്ങനെയായിരിക്കും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എടുത്തു പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണോ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പേ അല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് അട്രാക്ഷൻ തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഒരു പേഴ്സണാലിറ്റി അങ്ങനത്തെ ഒരു വ്യക്തിയെ അല്ല ഇവർ വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവരാണ് ശരിക്കും നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മാച്ച് ഇവരാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോലി പ്രോഗ്രസ് ചെയ്യുന്നൊരു കണക്ഷനാണ്. നിങ്ങൾ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ച് ആണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സ്ലോലിയാണ് ഈ ഒരു കണക്ഷനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ധൃതി വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്കൊന്നും പോകുന്നില്ല. കാരണം അത്രയും മനസ്സിലാക്കി അങ്ങനെ കംപ്ലീറ്റ്ലി ഓക്കെ ആകുമ്പോൾ മാത്രമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും ഒരു കണക്ഷനിൽ. നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഫെയ്ത്ത് ഒക്കെ നിങ്ങൾ കൃത്യമായി കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ പ്രിൻസസ് ഓഫ് കോയിൻസ്, അതായത് എന്താ പറയണ്ടേ, ഒരു ഫെയ്ത്ത്ഫുൾ എനർജി. ഓക്കെ, പരസ്പരം നിങ്ങൾ വളരെ വിശ്വാസം, വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, വളരെ റിലയബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സപ്പോർട്ടും ആ ഒരു ഡിപ്പെൻഡിങ് എനർജിയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ പരസ്പരം വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കെ വേറൊരു കണക്ഷനൊന്നും നിങ്ങൾ എന്ത് ചെയ്യില്ല, എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിങ്ങൾ ശ്രമിക്കില്ല. അത് ഞാൻ കാണുന്നു. പിന്നെ അട്രാക്ഷൻ, പാഷൻ, ഇൻറ്റിമസി, അതൊക്കെ അങ്ങനത്തെ ആ ഒരു ഏരിയയിൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട്, ചിലപ്പോൾ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ ആദ്യമായിട്ട് ആ ഒരു ഏരിയയിലേക്ക് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇൻറ്റിമസി, ആ ഒരു പാഷൻ, ആ ഒരു അട്രാക്ഷൻ, ആ കാര്യങ്ങളും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും. നിങ്ങൾ പരസ്പരം വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കും. അത് ആ ഒരു അട്രാക്ഷൻ, ഒരു ഇൻറ്റിമസി. ഓക്കെ, ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ പോസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്യും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യാം, ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാം. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നു. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഈ വരുന്ന വ്യക്തിക്ക് യാത്രകൾ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിരിക്കാം. അപ്പോൾ ആ ഒരു ബോണ്ടിങ്, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ടിങ് സ്ട്രോങ് ആവുന്നത് ഇങ്ങനത്തെ യാത്രകളിലൂടെയാണ് എന്ന് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജിയുടെ വളരെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫാമിലി, ഒരു വിവാഹം അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് തമ്മിലുണ്ടായാൽ തന്നെ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് വളരെ രണ്ടുപേർക്കും ഇമോഷണലി ഫുൾഫിൽമെൻറ്റ് തരുന്ന, അത്രയും സന്തോഷം, സംതൃപ്തി തരുന്ന ഒരു കുടുംബജീവിതം ഒരുമിച്ച് നയിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല എന്തെങ്കിലും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലൈഫിൽ അത് ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഒരുമിച്ച് ആയിരിക്കെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെയും കൂടെ കാണുന്നു. ഓക്കെ, പിന്നെ എന്താ പറയണ്ടേ, അതുപോലെ തന്നെ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെയോ എന്താ പറയുക, ഒന്ന് പറ്റിക്കാനൊക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ ചതിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് കാണുമ്പം കൃത്യമായിട്ട് ആളുകളായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാനും, ഓക്കെ, ആ ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാനും നിങ്ങൾ പരസ്പരം അതിനുള്ള എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ വളരെ ഒബ്സർവിങ് ആയിരിക്കും, കീൻ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും രണ്ടുപേർക്കും. അപ്പോൾ നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അപ്പോൾ കൃത്യമായിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു ഇൽ ഇൻറ്റൻഷൻ, ഓക്കെ, നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യാനോ നിങ്ങളെ ചതിക്കാനോ സാധ്യതയുണ്ട് എന്ന് അറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി കൃത്യമായ പ്രിക്കോഷൻസ് എടുക്കുക, നിങ്ങളെ കൃത്യമായി വാൺ ചെയ്യുക. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളും കൃത്യമായി ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അവർക്കും വേണ്ട വാർണിങ്സും ആ ഒരു പ്രിക്കോഷൻസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ വളരെ ആ ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയുടെ എക്സ്ട്രീമാണ് ഈ പറയുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരുതലും ഒരു കെയറിംഗ് ഒക്കെ ഉള്ള ഒരു കണക്ഷനാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക്